അങ്ങനെ ഫൈറ്റിന്റെ ഇടയിൽ വെറീറ്റോ എങ്ങനെയോ അവരുടെ കയ്യിൽ പെട്ടുപോകുന്നു. സ്ഥലം മാറി മറിഞ്ഞതും കിറ്റിയും ബുസും വീണ്ടും സെപ്പറേറ്റ് ആവുന്നു. മാറി മറിഞ്ഞ സ്ഥലം ഒരു ഗുഹ പോലെയായി മാറുകയാണ്. അവൻ അതിന്റെ ഉള്ളിലേക്ക് കൂടുതൽ നടന്നതും അവന്റെ തീർന്നുപോയ ആ 8 ലൈഫിലെയും ഓരോ ക്യാരക്ടേഴ്സും അവനവിടെ കാണുകയാണ്. അവരാണെങ്കിൽ പുസ് ഡാൻസ് കളിക്കും, അവൻ ധൈര്യശാലിയാണ്, അവൻ പാട്ട് പാടും എന്നൊക്കെ പറഞ്ഞ് പുസിനെ പുകഴ്ത്തി പാടുകയാണ്. ഇവിടെ അവരാണെങ്കിൽ വെറീറ്റോനെ വെച്ച് പുസ് അവനെ തേടി വരുമ്പോൾ പിടിക്കാനായിട്ട് ഒരു ട്രാപ്പ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവർ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് കിറ്റി അവിടെ വന്ന് വെറീറ്റോനെ അവരുടെ കൺമുന്നിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് പോകുന്നു. ഇവിടെ പുസിന്റെ അടുത്ത് അവന്റെ മരിച്ചുപോയ ഓരോ ക്യാരക്ടേഴ്സും നീ പുസിൻ ബോട്ട്സ്, നീ ധൈര്യശാലിയാണ്, നീ ഒറ്റയ്ക്കാണ് എന്നും നടക്കേണ്ടത്, അതുകൊണ്ട് നീ ഒറ്റയ്ക്ക് പോയി ആ സ്റ്റാർ കണ്ടുപിടിച്ച് നിന്റെ നഷ്ടപ്പെട്ടു പോയ 8 ലൈഫ് നീ തിരിച്ചു പിടിക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പുസിന്റെ മനസ്സ് മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നാൽ പുസ് ആണെങ്കിൽ അവർ തന്റെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുകയാണ് എന്ന് മനസ്സിലാക്കി അതിൽ നിന്നും തരണം ചെയ്ത് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് അവിടേക്ക് ആ ചെന്നായി വരുന്നു. ക്ഷമിക്കണം, നീ നിന്റെ പഴയ ജീവിതങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലേ, ഞാൻ ഒരു തടസ്സമായല്ലേ, പക്ഷെ നീ ഒരു കാര്യം ഓർക്കണം, അവരെ കൊന്നത് തന്നെ ഞാനാണ്, അതും ഓരോരുത്തരായി. എന്നാൽ നീ എന്നെ ശ്രദ്ധിച്ചത് പോലുമില്ല, കാരണം നീ മരണത്തെ കണ്ട് ചിരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയെങ്കിൽ നീ ഒരു ചെന്നായല്ല, നീ അതെ ഡെത്ത്, അതായത് മരണം. അതുകൊണ്ട് നിന്റെ ഈ ഒരു ജീവിതവും ഞാൻ തന്നെയാണ് എടുക്കാൻ പോകുന്നത്. ഡെത്തിനെ കണ്ട് പൂസ് പേടിച്ചോടുന്നു. ഓടിക്കോ, എന്നാലേ ഇതിലൊരു രസമുള്ളൂ. അങ്ങനെ പേടിച്ചു പോയ പൂസ് ആണെങ്കിൽ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. കിറ്റീനെ കണ്ടിട്ടും അവൻ നിൽക്കാതെ ഓടുകയാണ്. അങ്ങനെ ഓടി അവൻ ആ വിഷിംഗ് സ്റ്റാർ ഉള്ള സ്ഥലത്തെത്തുന്നു. ഇതിൻ്റെ ഫുൾ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.